നമസ്കാരം ശ്രീരാജ് ചേട്ടാ. എന്നാണ്ട് വാർത്തകൾ? സീസണൊക്കെ കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സീസൺ? അടിപൊളിയായി. പരിപാടികളും പണിയും ഇതായിട്ട് സെറ്റായിട്ട് പോയി ആണ്. എങ്ങനെയുണ്ട് നമ്മുടെ നാരായണിലേക്ക് വന്നിട്ട് എത്ര നാളായി? നാരായണിലേക്ക് വന്നിട്ട് 3.5 കൊല്ലം 4 കൊല്ലായി. ആ, എങ്ങനെയുണ്ട് നാരായണൻ? കുഴപ്പമില്ല. എന്നാലും എന്നാ അറിയാലോ, എല്ലാവരും നാരായണനെ പറ്റി ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരനെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. പിന്നെ ആളുടേതായ കുറച്ച് ടൈമുകളുണ്ട്. അതിൽ മാത്രമേ ആളെ കൊണ്ട് ചെറിയൊരു വിഷയങ്ങളുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ സീസണിലെ പരിപാടികളൊക്കെ? നല്ല പരിപാടികളൊക്കെ നല്ല പരിപാടികളായിരുന്നു. കുറേ അത്യാവശ്യം പരിപാടികളും സെലക്ട് ചെയ്ത പരിപാടികളായിരുന്നു. അത്യാവശ്യം മുഷിഞ്ഞ പൂരങ്ങളും അത്യാവശ്യം പരിപാടികളും എടുത്ത് ആൽപ്പൂരത്തിൻ്റെ അടുത്ത്. നിങ്ങൾ പണിക്ക് കൊണ്ടുപോകാറുണ്ടോ? പണിക്ക് പോകാറുണ്ടാണ്. നീരിന്ന് വെച്ചിട്ട് ആദ്യം പണിക്ക് പോയാൽ പിന്നെ അത് കഴിഞ്ഞാൽ ഡയറി പോവും. പരിപാടി ഇല്ലാതെ പോവും. പണിക്ക് പോവും. നാരായണൻ തടിപണിയുടെ കാര്യത്തിൽ എങ്ങനെയുണ്ട്? തടിപണിയുടെ കാര്യത്തിൽ സുഖ. ഏത് മരമായാലും അതിന് പിടിക്കും. നമ്മൾ ഏത് ഇടുക്കിയിലായാലും എവിടെയായാലും അതിനിറങ്ങി പണിയുക. അങ്ങനത്തെ പണിയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ മടിയോ കളവോ കാര്യങ്ങളോ ഒന്നുമില്ല. പണിയൊക്കെ എനിക്കാണ്. നാരായണൻ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ പരിപാടി സ്ഥലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കണ്ടേ? പരിപാടി സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ആന എഴുന്നള്ളിക്കാനായാലും കൊണ്ട് നിർത്തി നമുക്ക് ആന ശല്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ആളായിട്ട് ഒരു കാര്യത്തിനും അങ്ങോട്ട് പോകത്തില്ല. അങ്ങോട്ട് പോയ ആളാരേന്നും വേറെ എഴുന്നള്ളിച്ച് നിൽക്കാനും മറ്റേ ബാക്കിയുള്ള ആനുള്ള തീറ്റ വാരുക അല്ല, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ആൾ വേറെ ആളുടെ വരത്തില്ല. ആളുടെ വരിക്കൊണ്ടുപോകുന്ന ആൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. എല്ലാം കൊണ്ട് എഴുന്നള്ളിപ്പിനൊക്കെ അത്യാവശ്യം ആന അത്യാവശ്യമല്ല, ആന നല്ല രീതിക്ക് എഴുന്നള്ളിപ്പിനൊക്കെ സഹകരിക്കും. അങ്ങനത്തെ വേറെ പ്രാളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ഇരുത്തം വന്ന ആനയാണ്. അങ്ങനത്തെ കാര്യത്തിലൊന്നും ആനെ കൊണ്ടൊരു ശല്യമോ പരിപാടി സ്ഥലത്ത് ആൾക്കാരുടെ അടുത്തോ അല്ലേ വെറുതെക്കാരെ ഓടിക്കുക പിടിക്കുക അതൊന്നുമില്ല. എനിക്ക് നാട്ടുകാരോട് ആർക്ക് വേണമെങ്കിലും കൊടുക്കുക പിടിക്കുക അതൊന്നും എനിക്ക് വിഷയമില്ല. പിന്നെ എഴുന്നള്ളിച്ചൊക്കെ ആനകൾ മുഷിഞ്ഞ് നിൽക്കുമ്പോൾ ഇപ്പോൾ നാരായണയിൽ ഏതായാലും മുഷിഞ്ഞൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ ഫ്രണ്ടിൽ വരെ വോട്ടെടുക്കണം പറയാം. അവരും ജോലി ചെയ്ത് മുഷിഞ്ഞ് നിൽക്കണവരല്ല. അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് അടിപൊളിയാണ്. നാരായണന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാരായണന് ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ ആനരെ എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ ആനയുടെ തീറ്റ വാര്യമായിട്ടുള്ള ആനകൾ നല്ല എഴുന്നള്ളിച്ചോട്ട് പോകുമ്പോൾ ആനേനെ തൊടുക, ഭഗവാന്മാരൊക്കെ മേലിരിക്കുമ്പോൾ അതൊക്കെ എനിക്ക് ചെറിയ ഇറിറ്റേഷനുള്ള കാര്യങ്ങൾ. ആനപ്പുറത്ത് ഇരിക്കുന്നവർ അടങ്ങിയിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുക, എപ്പോഴും ഇറങ്ങി കയറുക, അതൊക്കെ ചെറിയ ഇഷ്ടക്കേടുള്ള പരിപാടിയാണ് എനിക്ക്. അല്ലാണ്ട് ബാക്കി അങ്ങനെ ഇഷ്ടക്കേടായിട്ടൊന്നുമില്ല എനിക്ക്. ഇനിയിപ്പോൾ സീസൺ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ? ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്രാവശ്യം നേരത്തെ ചെറിയ ഇതിൽ പോകുന്നതൊക്കെ കാരണം അങ്ങനെ നമ്മളിപ്പോൾ ഷൂട്ടിനൊന്നും പോകുന്നില്ല. നമ്മൾ ആനക്കയറ്റി നിർത്തി ചികിത്സിക്കുക. ഇപ്പോൾ കാലത്ത് വെള്ളം കൊടുക്കുക, കറി വൃത്തിയാക്കുക, അവരും കരിപ്പറ്റി അത് നോക്കിയിട്ട് കാലത്ത് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ തീറ്റയ്ക്ക് പോവുക. തീറ്റയ്ക്ക് പോയാൽ നമ്മളിവിടെ 2-3 പേര് ഓടിപ്പോവും. 5-6 ഉച്ചയ്ക്കുള്ള ഒരു തീറ്റിട്ടിട്ട് വരും. പിന്നെ എല്ലാം കേൾക്കും. 4 മണിക്ക് ചോറ്, അങ്ങനെ ഒരു ദിവസം കടന്നു പോകും. ഈ സീസണിൽ ആരായിരുന്നു അപ്പം കൂടെ ഉണ്ടായിരുന്നേ? ഈ സീസണിൽ നമ്മുടെ ഒരു ആശാനുണ്ട്, അജീഷ് എന്ന് പറയും. പുള്ളിനെ അജീഷ് എന്ന് പറഞ്ഞാലും അറിയത്തില്ല. കണ്ടംപുള്ളി ചെറുത് പുള്ളിയായിരുന്നു. പിന്നെ പുള്ളിക്ക് സീസൺ മുഴുവനുണ്ടായി. 1-2 പരിപാടിക്ക് പുള്ളിയില്ലായിരുന്നു. ബാക്കി എല്ലാ പരിപാടിക്കും പുള്ളിയുണ്ടായി. പുള്ളിയുടെ കാലിനൊരു ആക്സിഡൻറ്റ് പറ്റി വയ്യാതിരിക്കാതെ. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി വീട്ടിലാണ്. അതൊക്കെ മാറിക്കഴിയുമ്പോൾ വരും. 5-6 ആകുമ്പോഴേക്കും
പുള്ളിയും വരും. അപ്പോൾ പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം പുള്ളിയുടെ കാലും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവുന്നവർ. കൂടെ നിൽക്കുന്നവരോട് എങ്ങനെയുണ്ട് ഇവൻ്റെ ഒരിത്? കൂടെ നിൽക്കണവരോട് എനിക്ക് അങ്ങനത്തെ ശല്യമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതായിട്ടൊന്നുമില്ല. എന്നാൽ ഈ അധികം തല്ലോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ നല്ല രീതിക്ക് ഇതുപോലെ നിന്ന് പോണവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ശല്യങ്ങളോ പിടുത്തങ്ങളോ ഒന്നുമില്ല. എനിക്ക് മൂന്നാമനോടായാലും എൻ്റെ കൂട്ടത്തിൽ നിൽക്കണവർക്ക് കേട്ടോ, എൻ്റെ കൂടെ നിൽക്കണവർക്ക് അങ്ങനത്തെ എന്തായാലും അങ്ങനത്തെ ഒരു ഞാൻ ഇന്നതിന് ശേഷം അങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടില്ല. അതൊരു കൊടുത്തു പറ്റിയത് മറ്റേ പുള്ളിയുടെ ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ കൊണ്ടും വേറെ അങ്ങനെ ശല്യങ്ങളൊന്നും പിന്നെ അങ്ങനെ കാണിച്ചിട്ടില്ല അതിന് ശേഷം. അപ്പോൾ ഇനി നീരുകാലം സെറ്റായിട്ട് വരട്ടെ, നമുക്കിനി അടുത്ത സീസണിൽ കാണാം. ഇടയ്ക്ക് നമുക്ക് വീഡിയോകളൊക്കെ ആയിട്ട് വരാം. ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജനുവരി അവസാനം അല്ല ജനുവരി പകുതിക്ക് പോകാനായിരിക്കുമ്പോൾ ഞാനൊരു ഒക്ടോബർ അവസാനമൊക്കെ ആകുമ്പോൾ ഇരിക്കും. 3 മാസം ഒരു തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിനി കാണാം, ഇടയ്ക്കിടയ്ക്ക് വെച്ച് കാണാം. ഇതുപോലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം 2-3 വീഡിയോകൾ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ആനക്കാരുടെ വിശേഷങ്ങളോട് തിരക്കണം എന്ന് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടു. അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്തത്. നമ്മുടെ വിശേഷങ്ങൾ നമുക്കൊക്കെ വിശേഷങ്ങൾ, നിങ്ങളുടെ വിശേഷങ്ങളല്ലേ നമുക്ക് വെളിയിൽ അറിയേണ്ടത്. കഷ്ടപ്പാടുണ്ടോ? ആനപ്പഴി കഷ്ടപ്പാടുണ്ടോ വെച്ചാൽ കഷ്ടപ്പാടാണ്. ഇപ്പോൾ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട്. മഴയും വിട്ടും എല്ലാം കൊണ്ടും കാലാവസ്ഥ മോശമല്ലേ, എന്ത് ജോലിക്കായാലും. നിങ്ങൾ തീറ്റ ഇറക്കുവാണോ അതോ തീറ്റ വെട്ടുവാണോ? വെട്ടുവാ. ഉണ്ടോ ഇവിടെ ആവശ്യത്തിനുണ്ടോ? പിന്നെ ഇവിടെ നമ്മുടെ ആന മാത്രമല്ലേ കിട്ടുള്ളൂ. നമ്മുടേതായ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ഭാഗത്ത് തീറ്റുള്ള സ്ഥലം. എന്നാൽ ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം. കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. നാരായണൻ്റെയും അല്ലാതെയും നമ്മൾ വിശേഷങ്ങളായിട്ട് വരുന്നതാണ്.